പിണറായി സർക്കാരിന്റെ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹം താല്പര്യമില്ല. ഈ സർക്കാർ വരാൻ താല്പര്യമില്ല. അഭിപ്രായം ഈ സർക്കാർ ഇനി വരാതിരിക്കണം നല്ലത്. വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇല്ല. കാരണം എന്താ പറയുക, ഇവർ ചെയ്ത കുട്ടിയൊക്കെ നമുക്ക് മതിയായി. പുതിയ സർക്കാരിന്റെ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റിയുള്ള അഭിപ്രായം എനിക്കങ്ങനെ കൂടുതൽ പറയാൻ പറ്റില്ല. ഞാൻ ആ പാർട്ടിയുടെ ആളാണ്. അവര് തന്നെ വരണം. എന്നാലും ഈ കടങ്ങളെല്ലാം അവരുടെ തലയ്ക്ക് തന്നെ ആവുള്ളൂ. വേറെ ആര് കയറിയാലും ഈ കടങ്ങളെല്ലാം അവര് സഹിക്കേണ്ടി വരും. ആദ്യത്തെ ഭരണം എനിക്ക് നല്ലതായിരുന്നു. ഫസ്റ്റ് ആദ്യത്തെ കിട്ടിയത്. രണ്ടാമത്തെ ഭരണം വെറും അലമ്പ് ഭരണു. പാവപ്പെട്ട ജനങ്ങൾ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റും അതുപോലെയൊക്കെ ദ്രോഹിക്കണേ. പുള്ളി കഴിഞ്ഞ 5 കൊല്ലം ഭരിച്ചത് ഏകദേശം വലിയ കുഴപ്പമില്ലാതെയാണ്. പക്ഷെ ഇപ്പൊ ഒരു 2-2.5 കൊല്ലം കഴിഞ്ഞിട്ടില്ലേ, ഇപ്പൊ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന രീതിയിലാണ് പുള്ളി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കണ്ടമാനം ഫീസെല്ലാം കൂട്ടിയവർ, പിന്നെ നിത്യോപയോഗ സാധനത്തിന് വിലയും കൂട്ടി, ക്രമസമാധാനം ഇല്ല. ഇപ്പോൾ തെരുവിൽ പാട്ടല്ലേ. അപ്പോൾ അത്രത്തോളം ഈ ടെലിഫോൺ ചോർത്തലാണ് വലിയ കഷ്ടമല്ല ആരുതായാലും. സെയിം സർക്കാർ അടുത്ത തവണയും വരുന്നതിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വരണം, ദേ സർക്കാർ തന്നെ വരണം. പിണറായി തന്നെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? നല്ല ഭരണമല്ലേ. ആഗ്രഹമില്ല, വേറെ ആളില്ല വരാൻ. വേറെ ഒരു കോൺഗ്രസിനെവിടെ ആളുള്ളത്, UDF ആളുള്ളത്, വേറെ നേതാക്കന്മാരെവിടെ ഉള്ളതാണ്. അവര് തന്നെ വരണം. എന്നാലും ഈ കടങ്ങളെല്ലാം അവരുടെ തലയ്ക്ക് തന്നെ ആവുള്ളൂ. വേറെ ആര് കയറിയാലും ഈ കടങ്ങളെല്ലാം അവര് സഹിക്കേണ്ടി വരും. അവര് എന്നാലേ ഈ കാര്യം നടക്കുള്ളൂ. മറ്റേ സാധാരണക്കാര് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവര് പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ലല്ലോ. എന്തെങ്കിലും നടന്നാലല്ലേ നമുക്ക് അതേപ്പറ്റി പറയാൻ പറ്റുള്ളൂ. സപ്ലൈക്ക് സാധനം ഇല്ല, നമുക്ക് റേഷൻ പോലും കിട്ടാത്ത അവസ്ഥയിലായി കൊണ്ടിരിക്കുക. എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റിയുള്ള അഭിപ്രായം? അയ്യോ, നല്ല അഭിപ്രായമാണ്. ഇനി ഇതുപോലത്തെ ഒരു മുഖ്യമന്ത്രി ഈ കേരളത്തിന് വന്നോളാം. ഉണ്ടാവില്ല. അത്ര ഹാപ്പിയാണോ? അത്ര ഹാപ്പിയാണ്. കാരണം സഹി കിട്ടും. മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റിയുള്ള അഭിപ്രായം എനിക്കങ്ങനെ കൂടുതൽ പറയാൻ പറ്റില്ല. ഞാൻ ആ പാർട്ടിയുടെ ആളാണ്. മനസ്സിലായി. എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. ആളല്ലായിരുന്നെങ്കിൽ പറഞ്ഞേനെ. അല്ലെങ്കിൽ ഞാൻ എന്തായാലും പറയും. പക്ഷെ ആളാണ്. പറയണമെന്ന് ആഗ്രഹമുണ്ട് മനസ്സിൽ. ആഗ്രഹമൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറയില്ല. വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇല്ല. കാരണം എന്താ പറയുക, ഇവർ ചെയ്ത കുട്ടിയൊക്കെ നമുക്ക് മതിയായി. ജനങ്ങൾക്കായാലും പിന്നെ ഭരണത്തിലായാലും എല്ലാത്തിലും. കാരണം കണ്ടമാനം ഫീസെല്ലാം കൂട്ടിയവർ, പിന്നെ നിത്യോപയോഗ സാധനത്തിന് വിലയും കൂട്ടി, ക്രമസമാധാനം ഇല്ല. ഇപ്പോൾ തെരുവിൽ പാട്ടല്ലേ. അപ്പോൾ അത്രത്തോളം ഈ ടെലിഫോൺ ചോർത്തലാണ് വലിയ കഷ്ടമല്ല ആരുതായാലും. അത് ഒരാൾ നിന്നിട്ടിപ്പോൾ ഒരു MLA അത് പറയാമെന്ന് പറഞ്ഞാൽ ഒരു മൗലികാവസ്ഥ ഇല്ലെങ്കിൽ, രണ്ടാളും സ്വകാര്യം പറഞ്ഞു അത് ചോർത്താന്ന് പറഞ്ഞാൽ എത്ര വലിയവനായാലും കേസെടുക്കണം. അത് ഇത്ര 3-4 ദിവസം അയാൾ ഡിക്ലെയർ ചെയ്തു ഞാൻ ചോർത്തി. ആ ഒരു ഹുങ്കിൽ പറയും എത്ര വലുതായിക്കോട്ടെ. അപ്പോൾ ഒരു സർക്കാർ ഉണ്ടെങ്കിൽ അതിന് പണി കൊടുക്കണ്ടേ. അത് ചെയ്തിട്ടില്ല. അത് വലിയ കഷ്ടമാണ്. ഭരണഘടന നമ്മളൊരു സ്വകാര്യ ജീവിതത്തിലാണ് ടെലിഫോൺ കോൾ. അത് ചോർത്താൻ നിയമപ്രകാരമുള്ള നിയമപാലകർക്ക് മാത്രമേ അധികാരമുള്ളൂ. നമ്മളൊരു പബ്ലിക് ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതെടുത്തോട്ടെ, പ്രശ്നമില്ല. അതെടുക്കേണ്ട പോലീസും നിയമപാലകരുമാണ്. അല്ലാതെ MLAക്കൊന്നും അധികാരമൊന്നും കൊടുത്തിരുന്നില്ല. അവർ നമ്മളെ പ്രശ്നങ്ങൾ പോയിട്ട് പറയുക. പിന്നെ ഈ പറഞ്ഞ ഈ ഇത് ഫോൺ വിളിച്ചെറിയ പോലീസിനെ കുറ്റം പറഞ്ഞ അയാൾക്ക് എതിരെ വരുമ്പോൾ അല്ലേ. പിന്നെ അതുപോലെ ഇന്ന് നിരക്ക് നിർത്താൻ ഒരു ഭരണത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് പോകുമ്പോൾ പബ്ലിക്കിനൊന്നുമില്ല. ഈ കണ്ടു ഇപ്പോൾ ഇത് പെൻഷനില്ല, കാര്യമില്ല, ഒന്നുമില്ല, പാവങ്ങൾ കഷ്ടപ്പെടുന്നതാണ്. പിന്നെ ദുരിതാശ്വാസത്തിൽ കിട്ടിയെന്ന് പറഞ്ഞ് ഒരു കണക്ക് പറയണ്ട ആരെ കാര്യമായാലും ഒരു കണക്ക് വേണം. ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നിഷ്കളങ്കരായി, നിങ്ങൾ നല്ല കൂട്ടറായി, നമ്മൾ നിങ്ങളെ അഡ്മിറ്റ് ചെയ്യും. പക്ഷേ മുഖ്യമന്ത്രിയോടൊരു വിശ്വാസം പോയി എന്ന് പറയുന്നു ഭരണകർത്താക്കളോട് അത് XY പാർട്ടി തീരുമാനിക്കുന്നതല്ല. ഇന്ന വ്യക്തി നമ്മളതിൽ പറയില്ല. അത് പാർട്ടിക്ക് പിടിയില്ല. ഇത് വെറും ദാരിദ്ര്യത്തിലുള്ള ആൾക്കാരെ സഹായിക്കാനുള്ള പാർട്ടിയില്ല. ഇന്ന് എല്ലാവരും കോടീശ്വരന്മാരുള്ളൂ. ഇത് കാണുന്ന ജനങ്ങൾ ഇവിടെ ഇല്ലേ, അവരൊരു വെറും മോശമായിട്ടുള്ള ഇവർ ഇതാക്കുന്ന ഒരു വിലയില്ലാത്ത മാതിരിയുള്ള ഇവർ കാണുന്നത്. അടുത്തതല്ല, അത് പബ്ലിക്കിന് എന്തായാലും അതിൻ്റേതായ ഇത് ഉണ്ടാവുമല്ലോ. വേറൊന്നും ചെയ്യാനില്ല. നിങ്ങൾ വേണ്ട, വേറൊന്നിനോട് ട്രൈ ചെയ്യുക. ചിലപ്പോൾ അത് നല്ലതാവണമെന്നില്ല എന്ന് പറഞ്ഞു ഒന്ന് മാറ്റി കൊടുക്കും, മാറ്റി പിടിക്കും. ഇത് സാധാരണ നമ്മൾ പാർട്ടിയോ കാര്യമൊന്നായിട്ട് പറയുന്നതല്ല. ഒരു സാധാരണ ജനങ്ങൾ നമ്മളിത് കാണുന്നു, പത്രം വായിക്കുന്നതുകൊണ്ട് നിത്യജീവിതത്തിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ചേട്ടാ, അടുത്ത ഇലക്ഷന്റെ സമയത്ത് ഇതേ സർക്കാർ തന്നെ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. ഒട്ടും ആഗ്രഹമില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം? എന്നുവെച്ചാൽ ഭരണം നല്ല ഭരണമായിരുന്നു. ആദ്യത്തെ ഭരണം എനിക്ക് നല്ലതായിരുന്നു. ഫസ്റ്റ് ആദ്യത്തെ കിട്ടിയത്. രണ്ടാമത്തെ ഭരണം വെറും അലമ്പ് ഭരണമാണ്. പാവപ്പെട്ട ജനങ്ങൾ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റും അതുപോലെയൊക്കെ ദ്രോഹിക്കണേ. സാധനങ്ങളുടെ വിലക്കയറ്റം, പാവപ്പെട്ട ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ കൊണ്ട് ഇവര് എങ്ങനെയാലും മാറിപ്പോകണം എന്നുള്ള ആഗ്രഹം. ഇപ്പൊ ഓണമായിട്ട് നമ്മുടെ സബ്സിഡി സാധനങ്ങളൊക്കെ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അത് ഒഴിവാക്കിയത് പാവപ്പെട്ട ജനങ്ങൾ നെഞ്ചത്തടിച്ച പോലെ ആയിപ്പോയില്ലേ. മനസ്സിലായോ? ഇയാൾ ആദ്യം ഭരിച്ചിരുന്ന സമയത്ത് ആ കൊറോണ ടൈം കാരണം കുറേ ആൾക്കാർക്ക് ഉപകാരം ഉണ്ടായിരുന്നു. പാവപ്പെട്ട ആൾക്കാർക്ക് സാധനങ്ങളൊക്കെ കൊടുത്തായിരുന്നു, റേഷൻ കട വഴിയായിട്ട് കൊടുത്തായിരുന്നു. രണ്ടാമത് ഭരണം കിട്ടിയപ്പോൾ അതൊട്ടും ഇല്ലാതെ അത് തന്നെ വല്ല സാധനങ്ങളൊക്കെ ഇരട്ടി വിലയാൻ മതി. മനസ്സിലായി?
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവർ ഇറങ്ങി പോകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പറഞ്ഞു. എൻ്റെ അഭിപ്രായം ഈ സർക്കാർ ഇനി വരാതിരിക്കണം നല്ലത്. എന്തുകൊണ്ടാണ് പറയാൻ കാര്യം? കണ്ടില്ലേ, ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ തന്നെ കണ്ടില്ലേ, അവിടെ ഭരണത്തിന് നേട്ടമല്ലേ ഇത്. കഴിഞ്ഞ തവണ ഒരു സീറ്റ് കിട്ടി, ഇത്തവണ ഒരു സീറ്റ് കിട്ടൂലായിരുന്നു. പക്ഷേ അത് ആലത്തൂർ അങ്ങനെ പോയി. അല്ലെങ്കിൽ 19 സീറ്റ് UDF പിടിച്ചാൽ അതുകൊണ്ട് ഭരണത്തിന് നേട്ടമാണ് അല്ലേ. സാധാരണക്കാരൻ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് അവിടെ. ആൾക്കാരുടെ ജീവിതം കണ്ടില്ലേ, രാവിലെ പകലൊന്നുമില്ല ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് രാത്രി കയറുമ്പോൾ 700-600 രൂപ കൊണ്ട് എന്ത് ചെയ്യാനാണ്? ഒരു കിലോ അരിക്ക് ഇപ്പം എത്ര രൂപ? ഒരു ചായ കുടിക്കണമെങ്കിൽ കൊടുക്കണം 12 രൂപ അല്ലേ. അത് മനസ്സമാനമായിട്ട് ഒരു ശകലം മീൻ വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ മത്തിക്ക് ഇപ്പോൾ 300 രൂപയായി. ഏത് ലോകത്തായത്? നമ്മൾ ജീവിക്കുന്ന കേരളത്തിലല്ലേ ജീവിക്കുന്നത്. ഞാനും പൊറുതി വിട്ടിരിക്കണം, എങ്ങനെയെങ്കിലും ഇറങ്ങി പോയാൽ മതി. എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് എന്താ പറയാനുള്ളത്? അദ്ദേഹത്തിനോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് രാജിവെച്ച് ഇറങ്ങി പോവുക എന്നുള്ളതാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ. ഈ സെയിം സർക്കാർ അടുത്ത തവണയും വരുന്നതിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ കുറേ കിറ്റ് ഇതൊക്കെ പറഞ്ഞിട്ട് കബളിപ്പിച്ചതല്ലാതെ വേറെ റേഷൻ്റെ കാര്യങ്ങളിലൊന്നും കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ആസ് എ ടാക്സ് കൊടുക്കുന്ന ഒരു പൗരന് രീതിയിൽ താങ്കൾ ഹാപ്പിയാണോ സർക്കാർ? ഇല്ല, ഈ ടേം ഹാപ്പിയല്ല. ഹാപ്പിയാണ്. അടുത്ത ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതേ സർക്കാർ തന്നെ അധികാരത്തിലുള്ള ആഗ്രഹമുണ്ടോ? ഇല്ല, ഭരണം മാത്രം പോരാ. ഇപ്പോഴത്തെ ഭരണം പോരാ. പോരാ. ആര് ഭരിച്ചാലും, BJP ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ജനങ്ങൾക്ക് ജീവിക്കണം, അത്രേ ഉള്ളൂ. ആര് ഇത് ഭരണമല്ല, ജനങ്ങൾക്ക് ജീവിക്കണം. ഇപ്പം കമ്മ്യൂണിസ്റ്റ് ഭരിക്കണ സംബന്ധിച്ച് ഇപ്പം മീൻ മേടിക്കാൻ പറ്റില്ല, പച്ചക്കറി മേടിക്കാൻ പറ്റില്ല, നമുക്കൊരു സാധനം മേടിക്കാൻ പറ്റില്ല. അത് ആരുടെ കുറ്റമാണെന്ന് നമുക്കറിയില്ല. പറയുമ്പോൾ അത് ഭരണത്തിൻ്റെ സംഭവമാണ്. ആര് ഭരിച്ചാലും നമുക്ക് ജീവിക്കണം, ജനങ്ങൾക്ക് ജീവിക്കണം, അത്രേ ഉള്ളൂ. അതിനകത്ത് രാഷ്ട്രീയമില്ല. BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഭരിച്ചാൽ ജനങ്ങൾക്ക് ജീവിക്കണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിനകത്ത് ഒരാളെയും നമുക്ക് കുറ്റപ്പെടുത്തല്ല, നമുക്ക് ജീവിക്കണം. ഇപ്പോഴത്തെ സർക്കാരിന്റെ ഭരണത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ? ഒരു സാഹചര്യവും ഇല്ല. ഇപ്പോഴത്തെ ഭരണം എന്ന് വെച്ചാൽ അത് പിണറായി വിജയൻ സാറിന് കുറ്റം പറയണേല്ല. അത് നമ്മുടെ പുള്ളി കഴിഞ്ഞ 5 കൊല്ലം ഭരിച്ചത് ഏകദേശം വലിയ കുഴപ്പമില്ലാതെയാണ്. പക്ഷെ ഇപ്പോൾ ഒരു 2-2.5 കൊല്ലം കഴിഞ്ഞിട്ടില്ലേ, ഇപ്പം നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന രീതിയിലാണ് പുള്ളി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കുറ്റമായിട്ട് പറയണേല കേട്ടോ, നമ്മുടെ കാര്യം പറയണേ, അത് തുറന്നു പറയാല്ല. അതിനകത്ത് യോജിക്കില്ല. ആര് ഭരിച്ചാലും നമുക്ക് വിഷയമില്ല, നമുക്ക് ജീവിക്കണം, അത്രേ ഉള്ളൂ. പിണറായി സർക്കാരിന്റെ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹം? താല്പര്യമില്ല. എന്തുകൊണ്ടാണ് പറഞ്ഞത്? അത് ചേഞ്ച് വേണ്ട, ഒരു മാറ്റവും മാറ്റം വന്നാലേ കാര്യമുള്ളൂ. LDF വരും, എല്ലാം ശരിയാവുന്നുണ്ട്. ശരിയായി. LDF ആദ്യത്തെ പ്രാവശ്യം ഒക്കെ ആയിരുന്നു, രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അതില്ല. വരണം, ഇതേ സർക്കാർ തന്നെ വരണം. പിണറായി തന്നെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? നല്ല ഭരണമല്ലേ. ആഗ്രഹമില്ല, വേറെ ആളില്ല വരാൻ. വേറെ ഒരു കോൺഗ്രസിനവിടെ ആളുള്ളത്, UDF ആളുള്ളത്, വേറെ നേതാക്കന്മാരവിടെ ഉള്ളതാണ്, സ്ട്രോങ് ആയിട്ടുള്ള നേതാക്കന്മാരവിടെ ഉള്ളത്. LDF സർക്കാരിന് വീണ്ടും വരികയാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയാണ്? അത് അവർ ആരിലായിക്കോട്ടെ, അത് നമ്മൾ തീരുമാനിക്കണില്ല, അവര് വേണ്ടിക്കില്ല. നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴത്തെ ഈ ഭരണത്തിൽ ഹാപ്പിയാണോ? ഇപ്പോഴത്തെ ഭരണത്തിൽ ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല. എനിക്ക് LDF ഗവൺമെൻറ് തന്നെ വന്നോന്ന് ആഗ്രഹമുള്ള ആളാണ് ഞാൻ ആ പാർട്ടിക്കാരനും ആയതുകൊണ്ട് മാത്രമല്ല, അവർ ഭരിച്ചപ്പോഴാണ് ജനങ്ങൾക്കൊരു ആ പെൻഷൻ്റെയൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആയത്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് പെൻഷൻ കൊടുക്കണില്ല, പെൻഷനല്ല അതിനുള്ള സഹായം കൊടുക്കണില്ല. അപ്പം പിന്നെ ഇവരെന്ത് ചെയ്യും, ഞെരുക്കി കൂട്ടണേണ് അവിടെ നിന്നിട്ട്. ഇതല്ല ഒരു ഫണ്ടും അനുവദിക്കണില്ല. റെയിൽവേയുടെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ താഴ്ത്താൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട്. പക്ഷേ പറ്റിയില്ല, കുറച്ച് എന്നാലും ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട്, പ്രതിപക്ഷമുണ്ട് ഇടപെടാൻ, ഒന്ന് പ്രതികരിക്കാൻ പ്രതിപക്ഷമുണ്ട്. പക്ഷേ പിണറായി ഭരിക്കുന്ന ഗവൺമെൻറ് എല്ലാം കൊണ്ടും ജനങ്ങൾക്കും, അതുകൊണ്ട് ഈ പെൻഷൻകാർ അത് പ്രതീക്ഷിച്ചിരിക്കണ എല്ലാ മാസവും. പിന്നെ മുടക്കം എന്നത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ്. എന്നാലും ഇപ്പോൾ കുടിശ്ശിക തീർത്ത് കൊടുക്കാൻ അവർ അനുവദിച്ചുകൊണ്ട് കൊടുത്തു തുടങ്ങി. സർക്കാർ വരാൻ താല്പര്യമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? ഒരു കുത്തഴിഞ്ഞ പോലുള്ള ഒരു ഭരണമാണ്. എല്ലാം ഉത്തരവാദിത്വമില്ല, ആരും വെക്കുന്നില്ല. ഇപ്പോൾ ഭരണത്തിൽ തന്നെ ഒരു MLA വിളിച്ച് കുറേ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണുള്ളത്. വികസന പ്രവർത്തനങ്ങളായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. നമുക്കറിയാലോ, ഇപ്പോൾ ഈ കഴിഞ്ഞ സർക്കാർ തോക്കാനുള്ള കാരണങ്ങളിൽ പലരും ഒക്കെ ഇപ്പോൾ പെൻഷൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് നമുക്ക് പൈസകൾ തരാത്തതുകൊണ്ടല്ലേ. ഇപ്പോൾ നമ്മുടെ GST അടക്കമുള്ള പൈസകൾ പിടിച്ചു വെക്കുക, പിന്നെ ആ വിഹിതങ്ങൾ കൃത്യമായിട്ട് തരാതിരിക്കുക, അതൊക്കെ അതിൻ്റെ കാരണങ്ങളായിട്ട് കൃത്യമായിട്ട് രാഷ്ട്രീയം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഭരണം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരെല്ലാവരും ഹാപ്പിയാണെന്ന് ചേട്ടൻ തോന്നുന്നു?
സാധാരണക്കാർ ഹാപ്പിയാണെന്നുള്ളത് അതിപ്പോൾ എന്താണ് പെൻഷൻ തരാത്തതിൻ്റെ പേരിൽ സാധാരണക്കാർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും പൈസ ലഭിക്കുകയാണെങ്കിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അതായത് ഇന്നലെ 10,600 ഉണ്ടായിരുന്ന പെൻഷനാണ് 1,600 വർദ്ധിപ്പിച്ചേക്കുന്നത്. അങ്ങനെ വർദ്ധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ കേന്ദ്ര സർക്കാരിനെയും കൂടി പാട്ടിട്ടിട്ടല്ലോ അത്രയും വർദ്ധിപ്പിച്ചേക്കുന്നത്. അല്ല, അതാണ്. പക്ഷേ എങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ കുറച്ച് വിഹിതം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് ആൾ മുമ്പ് വരെ 1,200 രൂപ പെൻഷൻ കിട്ടിയ പെൻഷൻ കിട്ടി 200 രൂപ കുറവ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുറവുള്ളതിൽ മാത്രമേ കേന്ദ്ര സർക്കാർ നൽകുന്നുള്ളൂ. ബാക്കി ഭൂരിഭാഗം പെൻഷനും ഇവിടുത്തെ സർക്കാർ തന്നെ കൊടുക്കുന്ന പെൻഷനല്ലേ. കേരളത്തിലെ ഓരോ ജനങ്ങളുടെ കയ്യിലും പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ സെസ് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് പോലും പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? അല്ല, അത് അത്രയധികം പെൻഷൻ കൊടുക്കണമല്ലോ നമുക്ക്. അത്രയധികം തുക കൊടുക്കണ്ടേ? ഈ 600 രൂപ ആയിരുന്നെങ്കിൽ ഇതെല്ലാം കൊടുത്ത് തീർക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ കൂടിയ പെൻഷൻ ആയതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് സഹായം ആവശ്യമാണ്. സർക്കാരിന് മുമ്പിൽ വരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് അത്തരം നീക്കങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. നമുക്ക് പൊതുവെ ഈ കേരളീയം നടത്താനും അതേപോലെ നവകേരള സദസ് നടത്താനും ബുദ്ധിമുട്ടില്ലല്ലോ സാമ്പത്തികം. അല്ല, നവകേരള സദസ് നടത്താൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളെ അതിന് അത്രയധികം പൈസ ആയിട്ടുണ്ടാ. സാധാരണ ഇപ്പം അറിയാമല്ലോ, എല്ലാ മന്ത്രിമാരും കൂടെ ഒരു വണ്ടിക്ക് വരാം, അന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാം. അതിന് ചിലവ് വരുമല്ല. 1 കോടി രൂപയുടെ വണ്ടി ഇപ്പൊ കട്ടപ്പുറത്താണ്. അല്ല, എല്ലാവരും കൂടി ഒറ്റ വേറെ കാറിൽ വരുന്ന അതിൽ കൂടുതൽ ചിലവാകും വരുന്നല്ല. 1 കോടി രൂപയുടെ പൈസ നമ്മൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഇപ്പോൾ ആ പൈസ കൊണ്ട് ചിലവാക്കി ഇപ്പൊ കട്ടപ്പുറത്തിന് കുഴപ്പമില്ല. അല്ല, അതിപ്പോ ആ വണ്ടി എന്താന്ന് വെച്ചാൽ ഉപയോഗിക്കാമല്ലോ. ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കട്ടപ്പുറത്താന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എന്താണെന്നുള്ളത്.